ഉള്ള ഉള്ളടക്കം പലപ്പോഴും പുറത്തു വരാറുണ്ട്. പലപ്പോഴും പ്രത്യേകതയാണ് സമരത്തിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം പുറത്തുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നു. ഒരു ദിവസം അതിവിടെ ചർച്ചയിൽ വരുന്നില്ല. ഇതൊരു ലേബേഴ്സിൻ്റെ സമരമാണ്, അങ്ങനെയാണത് വരുന്നുണ്ട്. ആദിവാസികൾ കർഷക തൊഴിലാളികളാണെന്ന് വിചാരിക്കുന്നൊരു സ്വപ്നമാണ്. ആദിവാസി കർഷക തൊഴിലാളികളല്ല, തെറ്റിദ്ധാരണയാണ്. അവർ പാടത്ത് പണിയെടുക്കുന്നുണ്ടോ? പാടത്ത് പണിയെടുക്കുന്നവരെല്ലാവരും കർഷക തൊഴിലാളികളാണ്. ആദിവാസികൾ സവിശേഷ അസ്തിത്വമുള്ള ഒരു എത്തനിക് ഐഡൻറ്റിറ്റി ഉള്ളൊരു വിഭാഗമാണ്. അവരെ അങ്ങനെ തന്നെ പരിഗണിച്ചാൽ മാത്രമേ അവരുടെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സിലാവൂ. ആദിവാസി 5 ഏക്കർ ഭൂമി ചോദിക്കുന്നത് തിരുവനന്തപുരം സിറ്റിക്കകത്തല്ല, വയനാട്ടിലാണ് ചോദിക്കുന്നത്. മനസ്സിലായി? നമ്മൾ തിരുവനന്തപുരം സിറ്റിയുടെ ഭൂമി ബന്ധത്തെ വെച്ചിട്ട് ആദിവാസികളുടെ ആവശ്യം നമുക്ക് പിടിക്കുന്നത്. അപ്പോൾ ആദിവാസികൾ സങ്കീർണമായ കുറേ പ്രശ്നമാണ്. അവരുടെ ആവശ്യം ഭൂമിയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, ഭൂമി നമുക്ക് ഭൂമി എടുക്കൂ, പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു യുക്തി. ഈ മാമൻ മാമൻ എന്ന് പറയുന്നൊരു ഗാന്ധിയനുണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷേ നമ്മൾ കേട്ടിട്ടില്ല. ഞങ്ങളിങ്ങനെ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് കോട്ടയത്ത് നിരാഹാര സമരം നടക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ഇയാളൊരു ഒറ്റയാൾ പോരാളിയാണ്. ഇയാളിങ്ങനെ നടത്തുന്നത് നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ നിരാഹാരം? ആദിവാസികൾക്ക് അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കാൻ നിയമമുണ്ട്, ആ നിയമം ഗവൺമെൻറ് നടപ്പിലാക്കും. അപ്പോൾ ഈ മാമൻ പറയുന്നത് 94 നടന്നതാണ്. ഞാൻ ഓർത്തിരിക്കുന്നൊരു മനുഷ്യർ അത്രമാത്രം ഫേമസ് ഗാന്ധി മാമൻ ആൻ്റണിയോട് ഞാനിപ്പോൾ വിളിച്ച് പറയാം, ഇപ്പം തന്നെ ശരിയാക്കാനാണ്. മനുഷ്യൻ എങ്ങനെ വിചാരിക്കുന്നത്? ആൻ്റണി ആൻ്റണി വാസ് പ്രൈം മിനിസ്റ്റർ, അല്ല ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. മാമൻ വിചാരിക്കും മാമൻ വിളിച്ചു പറഞ്ഞാൽ പരിഹരിക്കാവുന്ന കാര്യമുള്ളതാണ് മാമൻ വിചാരിക്കുന്നത്. ഇത്രയും നിഷ്കളങ്കരാണ് മനുഷ്യർ. അത് മാമൻ അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാൽ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് മാമൻ ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സങ്കീർണമായ ഒരു ഐഡൻറ്റിറ്റി ആദിവാസിക്ക് ഒറ്റയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ വന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടു ഒരു കാര്യം പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന സ്ഥിതി കേരളത്തിലുണ്ടോ? ഇല്ല. അവർക്ക് കൂട്ടത്തോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മളോട് മലയാളി സമൂഹത്തോട് അങ്ങനെ സംസാരം. അപ്പോൾ ഇവർ കൂട്ടത്തോടെ വരും. നമ്മളെന്ത് ഒഴിവാക്കണോ? അവർ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പറയാം, തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുക എന്നാണ് പറയുന്നത്. ഇവർക്ക് ഐഡൻറ്റിറ്റിയിലെ വർത്താനം പറയാൻ പറ്റുന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നില്ല. അവരെ നമ്മൾ കുറ്റവാളി സമൂഹമായിട്ട് പറ്റും. വൈപ്പിൻകരയുടെ മുൻപത്ത് പോയി നമ്മൾ നിന്ന് അത് ഉച്ച കഴിഞ്ഞ് വള്ളങ്ങൾ ഇങ്ങനെ കടലിലേക്ക് പോകുന്നതാണ്. അത് നല്ല ദൃശ്യവും. ആ മുൻപത്തൊരു പള്ളിയുണ്ട്. ഈ പോകുന്ന വള്ളങ്ങളിൽ മനുഷ്യരിങ്ങനെ എഴുന്നേറ്റ് കൈകൂപ്പി നിൽക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ഓഫീസിൽ പോകുന്ന പോലല്ല മത്സ്യത്തോടെ കടലിലേക്ക് പോകുന്നത്. അത് തിരിച്ചു വരുന്നൊരു ഉറപ്പുമില്ല. നമുക്കും അങ്ങനെ ഉറപ്പൊന്നുമില്ല. അത് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാൽ മതി. പക്ഷെ നമുക്കൊരു ഉറപ്പുള്ളൂ നമ്മൾ തിരിച്ചു വരുന്നത്. നമ്മളിങ്ങനെ കാണുന്ന പള്ളിയിൽ തൊഴിലൊന്നുമല്ല ഓഫീസിൽ പോവാം. നമ്മൾ ഓഫീസിലേക്ക് പോവാം. നമുക്കൊരു ധൈര്യമുള്ളൂ പോയിട്ട് വരാം. മത്സ്യത്തൊഴിലാളിക്ക് ധൈര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയില്ലാതെ എനിക്ക് അതിജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന സങ്കീർണമായ മുക്കുവ ജീവിതത്തിൻ്റെ ഒരു സ്വത്വം അവൻ്റെ അകത്ത് കിടപ്പുണ്ട്. അവനെ ക്രിയേറ്റീവ് സംഘടിപ്പിക്കാൻ വിചാരിക്കുന്നൊരു പ്രശ്നമുണ്ട്. അതിന് നമുക്കതിനെ മൊത്തം മനസ്സിലാക്കാം. അപ്പോൾ ഈ മൊത്തം മനസ്സിലാക്കുന്നത് കുട്ടനാട്ടിൽ നിന്നൊരു ദളിതനാണ്. കുട്ടനാട്ടിലെ ദളിതൻ അനുഭവിക്കുന്ന കാസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്ന ഒരു കർഷകത്തോടെയാണ് ഇവിടെ പണിയെടുക്കുന്ന ആളാണ്, പാടത്ത് പണിയെടുക്കുന്ന ആളാണ്. അപ്പം എൻ്റെ പ്രശ്നം എന്താ? കൂലിക്കൂടുക. നിനക്ക് കൂലിക്കൂടുക എൻ്റെ പ്രശ്നം തീർന്നില്ലേ? എല്ലാ ചോദ്യം. എൻ്റെ പ്രശ്നം കൂലിക്കൂടുതലല്ലേ. ഞാനൊരു മനുഷ്യജീവി എന്ന നിലയ്ക്ക് ഞാൻ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ള എൻ്റെ പ്രശ്നം. ബേസിക്കായ ക്വസ്റ്റ്യൻ അത് കാണാതെ പോകുന്നതാണ്. ഈ ഡോക്യുമെൻ്ററിയുടെ ഒരു പ്രത്യേകത ഇതിനെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പെൺപിള്ളയൊരുമ എന്ന് വിളിക്കുന്ന സ്ത്രീകളുടെ ബോണസ് കൂട്ടിത്തരണമെന്ന ആവശ്യത്തെ, വേതനം കൂട്ടിക്കിട്ടണമെന്ന ആവശ്യം മുൻനിർത്തിയുള്ള സമരത്തിൻ്റെ സങ്കീർണമായ ഉള്ളറകളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടെത്തിക്കുന്നു ഈ ഡോക്യുമെൻ്ററി എന്നുള്ളതാണ് ഒരു പ്രാധാന്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അത് വെറും സ്ത്രീകളല്ല എന്ന് കണ്ടെത്തുന്നു. 2, അൺഓർഗനൈസ്ഡ് സെക്ടറാണ് എന്ന് കണ്ടെത്തുന്നു.
മൂന്ന് ഇത് തമിഴ് തൊഴിലാളികളാണ് എന്ന് കണ്ടെത്തുന്നത്. 4 തമിഴ് തൊഴിലാളികളെന്ന് വിളിച്ചാൽ പോരാ, അതിനകത്ത് കാസ്റ്റ് സിസ്റ്റത്തിൽ ഏറ്റവും ഡൗൺ റോഡൻ പീപ്പിൾസാണ്. അവിടെ നിന്ന് അതിൻ്റെ പിൻതലമുറയാണ് ഇപ്പോൾ തോട്ടം മേഖലയിലുള്ളത് എന്ന് കണ്ടു. ഇങ്ങനെ അപ്പോൾ ഈ ഗോമതിയോ അല്ലെങ്കിൽ ഗോമതി നിസിയും തമ്മിൽ വ്യത്യാസം രാംദാസിലൂടെ പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കാൻ പിടികിട്ടും. എന്താണ് ഇവർ തമ്മിലുള്ള ആ വ്യത്യാസം. ഈ സോഷ്യൽ ലൊക്കേഷൻ എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ സോഷ്യൽ ലൊക്കേഷൻ കണ്ടെത്താനാണ് ഈ ഫിലിമിന് കഴിയും. അതുകൊണ്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് യഥാർത്ഥ തൊഴിൽ പ്രശ്നമാണ്, മറ്റൊരു കാര്യമാണ്. അതിൻ്റെ സൗന്ദര്യമാണ് ഡോക്യുമെൻ്ററി ആകർഷണീയമായി നമുക്ക് തോന്നുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകാം. മലയാളത്തിൽ മറ്റുള്ള ഡോക്യുമെൻ്ററികളിൽ നിങ്ങൾക്ക് ഡോക്യു ഫിക്ഷനിൽ വളരെയേറെ മുന്നോട്ട് പോകാം. പൊളിറ്റിക്കലി സെൻസിബിളായ ഒരു സംവിധായകനാണ് രാംദാസ്